സ്വാതന്ത്ര്യ ദിന ക്യൂസ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ഉത്തരം ചെങ്കോട്ടയിൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേത്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? ഉത്തരം മീററ്റ്. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേത്? ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ്? ഉത്തരം മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സരോജിനി നായിഡു. ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം യങ് ഇന്ത്യ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. 2024 ഓഗസ്റ്റ് 15 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം വികസിത് ഭാരത്. ഇന്ത്യയുടെ ദേശീയ ഗീതം? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2024 ജനുവരി 26 ആഘോഷിച്ചത്? ഉത്തരം 75. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൽ പാണ്ഡെ. ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്ന്? ഉത്തരം 1930 മാർച്ച് 12. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കെ കേളപ്പൻ. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ആഗസ്റ്റ് 9. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനമേത്? ഉത്തരം വരിക വരിക സഹചരേ. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം?
ഉത്തരം കുങ്കുമം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം CR ദാസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചിരുന്നത്? ഉത്തരം 168 ദിവസം. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര്? ഉത്തരം വാർത്താ പദ്ധതി. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എവിടെ? ഉത്തരം കാപ്പാട്. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയതെന്നായിരുന്നു? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം മഹാത്മാഗാന്ധി. INCയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി? ഉത്തരം മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. INCയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഉത്തരം 72 പേര്. വാഗൺ ട്രാജഡി നടന്ന വർഷമേത്? ഉത്തരം 1921 നവംബർ 10. ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്? ഉത്തരം ശക്തിയുടെ. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തി? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം ഗാന്ധിജി. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം MG റാനഡെ. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിക്കാനുള്ളതല്ല, നിങ്ങൾ സമരം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരമേത്? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഉത്തരം മഹാദേവ ദേശായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം AO ഹ്യൂം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാര്? ഉത്തരം മഹാത്മാഗാന്ധി. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? ഉത്തരം മഹാത്മാഗാന്ധി. ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഉത്തം സിംഗ്. ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനി ആര്? ഉത്തരം അരവിന്ദ ഘോഷ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏതു വർഷം? ഉത്തരം 1934. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1885 ഡിസംബർ. ബഹിഷ്കൃത് ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ.
പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ ആരുടെ ഉദ്ബോധനമാണിത്? ഉത്തരം BR അംബേദ്കർ. എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ഉത്തരം ബോംബെ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. മഹാത്മാഗാന്ധി ജനിച്ച വർഷം? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ വരവറിയിച്ചുകൊണ്ട് ഉച്ചഭാഷിണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തതാര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 1929 കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം ലാഹോറിൽ. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ഉത്തരം ലണ്ടനിൽ. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ? ഉത്തരം ആന, സിംഹം, കാള, കുതിര. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം? ഉത്തരം സുപ്രീം കോടതി. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി? ഉത്തരം ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്ത. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥം? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനം രചിച്ചതാര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ദേശീയ ഗാനമേത്? ഉത്തരം ജനഗണമന. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2024 ജനുവരി 26 ആഘോഷിച്ചത്? ഉത്തരം 75-ാമത്തെ. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. നിയമലംഘനം ആരംഭിച്ച സത്യാഗ്രഹം? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ.